റിയൽ നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെ റിയൽ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും പിന്നെ മോഡുലസിനെ നമ്മൾ ആ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും പിന്നെ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ റിയൽ ലൈൻ, അതായത് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ഈ റിയൽ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ നമ്പർ സിസ്റ്റം ഈ റിയൽ ലൈനിലെ ഓരോ പോയിൻറ്റുകളും എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പം ഒരു കൺവീനിയൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റിയൽ ലൈൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ, ഇത് നമ്മുടെ മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈക്വൽ ടു എ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, മൈനസ് എ ഇഫ് എ ലെസ് ദാൻ 0 ആൻഡ് 0 ഇഫ് എ ഈക്വൽ ടു 0. നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3.5 എന്ന് പറയും ഈ പോയിൻ്റ്, ഇതെന്ന് പറയുന്നത് 3.5 ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3.5 എന്ന് പറയുന്നത് 3.5, അതാണ് ഈ 0യും 3.5യും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പോയിൻ്റ് -2.6 എടുത്തു. ഈ ഒരു പോയിൻ്റ് -2.6 ആണെങ്കിൽ -2.6ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2.6 ആണ്. അത് ആക്ച്വലി എന്താ? ഈ 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് മോഡുലസിനെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനായിട്ട് മോഡുലസ് ഓഫ് എ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിനായിട്ട്, നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ നോക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇത് എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു നെഗറ്റീവ് നമ്പർ, ആ നെഗറ്റീവ് ഒരു 3.7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.7 ആയിരിക്കും. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് വാല്യൂവിനെ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പോയിൻറ്റ് ടു ഒറിജിൻ എന്ന് പറഞ്ഞേക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് എയിൽ നിന്ന് ഒറിജിനോട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി എ, അപ്പം നമുക്ക് മറ്റേത് നമ്മൾ എയിൽ നിന്ന് 0യിലോട്ട് ഒറിജിനലോട്ടുള്ള ഡിസ്റ്റൻസ് ആയി. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. ഇനി നമുക്ക് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പോയിൻ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ് എങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എപ്സിലോൺ നെയ്ബർഹുഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എപ്സിലോൺ നെയ്ബർഹുഡ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുവാണ്, ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പോയിന്റ് എ എങ്കിൽ അതിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറുകളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നീട്ടിയെടുക്കുവാണ്, ഇതാണ് നമ്മുടെ എ എന്ന് വിചാരിക്കുക. അപ്പോൾ എപ്സിലോൺ ചെറുതാകുമ്പോൾ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുക. അപ്പോൾ എയുമായിട്ട് ഇങ്ങോട്ടും എപ്സിലോൺ ഡിസ്റ്റൻസ് വരാം, ഇങ്ങോട്ടും എപ്സിലോൺ ഡിസ്റ്റൻസ് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ പോയിന്റുകൾ, ഇതിൻ്റെ അകത്ത് ഈ ഇടയ്ക്ക് വരുന്ന പോയിന്റുകളെല്ലാമാണ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എയിൽ വരുന്നത്. അപ്പോൾ എ എടുത്തിട്ട് ഒരേ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പല എപ്സിലോൺ നെയ്ബർഹുഡ് കാണാം. അപ്പോൾ എപ്സിലോൺ നമ്മൾ ചെറുതാണെങ്കിൽ ഇത്രയും ചെറിയ നെയ്ബർഹുഡ്, എപ്സിലോൺ ഇച്ചും കൂടെ വലുതെടുത്താൽ നമുക്ക് ഇതെല്ലാം അതിൻ്റെ അകത്തെ പോയിന്റുകളായിട്ട് വരും. അപ്പോൾ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറുകളാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ വി എപ്സിലോൺ ഓഫ് എ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്സിലോൺ മാറുന്നതനുസരിച്ച് വി എപ്സിലോൺ ഓഫ് എ മാറിക്കൊണ്ടിരിക്കും. വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് വേണം വായിക്കാനായിട്ട്. ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റുകളെയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എപ്സിലോൺ നെയ്ബർഹുഡിൽ വരണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റും എയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ആ പർട്ടിക്കുലർ പോയിന്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എപ്സിലോൺ നെയ്ബർഹുഡിൽ കിടക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ടാണ് ഡിഫൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. കാരണം എക്സും എയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞേക്കുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ട് നമുക്ക് എന്താ പറയാം, നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുമ്പോൾ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മോഡുലസ് സോൾവ് ചെയ്താൽ നമ്മൾ മോഡ് എ ലെസ് ദാൻ സി എന്ന് പറയുമ്പോൾ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മോഡ് എക്സ് ലെസ് ദാൻ നമ്മൾ മോഡ് എ ലെസ് ദാൻ സി എന്ന് പറയുകയാണെങ്കിൽ എയുടെ വാല്യൂ മൈനസ് സിക്കും പ്ലസ് സിക്കും എടുക്കും. ഇവിടെ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എയുടെ വാല്യൂ മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ എ ആഡ് ചെയ്യുവാണെങ്കിൽ എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ. അപ്പം എക്സിൻ്റെ വാല്യൂ എ മൈനസ് എപ്സിലോണും എ പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ എ എങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താ
ഇത് എ മൈനസ് എപ്സിലോൺ, ഇത് എ പ്ലസ് എപ്സിലോൺ. അപ്പോൾ ഈ എ മൈനസ് എപ്സിലോണും എ പ്ലസ് എപ്സിലോണും ഇടയ്ക്കുള്ള പോയിന്റുകളെയാണ് നമ്മൾ എപ്സിലോൺ, അതായത് എയുമായിട്ട് ഇങ്ങോട്ട് എപ്സിലോൺ ഡിസ്റ്റൻസ് ആണ്, ഇങ്ങോട്ടും എപ്സിലോൺ ഡിസ്റ്റൻസ്. അപ്പോൾ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന എല്ലാ പോയിന്റുകളും, അപ്പോൾ ഫുൾ എപ്സിലോൺ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ പോയിന്റുമായിട്ട് ഇതും തമ്മിൽ എപ്സിലോൺ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എയുമായിട്ട് ഉള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ വരുന്നത്, എപ്സിലോണിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെസ് ദാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ, അപ്പോൾ എ മൈനസ് എപ്സിലോണും എ പ്ലസ് എപ്സിലോണും ഇടയ്ക്കത്തെ പോയിന്റുകളാണ് ആ നെയ്ബർഹുഡിൽ വരുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ എ മൈനസ് എപ്സിലോൺ എ പ്ലസ് എപ്സിലോൺ. എ മൈനസ് എപ്സിലോണും എ പ്ലസ് എപ്സിലോണും ഇടയ്ക്കത്തെ പോയിന്റുകളെയാണ് നമ്മൾ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി ആ നെയ്ബർഹുഡ് വെച്ചിട്ടുള്ള ഒരു തിയറമാണ് പറയുന്നത്. തിയറം 23. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് ആർ if x belongs to the neighborhood v epsilon of a for every epsilon greater than 0 then x equal to a. എയുടെ എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലും എക്സ് ഉണ്ടെങ്കിൽ, എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലും എക്സ് ഉണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എ ആയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാമല്ലോ. എക്സ് എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷൻ ഇതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. തിയറം 19 നമ്മൾ കണ്ടതാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ആണ് തിയറം 19 നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ പറഞ്ഞു. മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ എയ്ക്ക് പകരം നമ്മൾ എക്സ് മൈനസ് എ കൺസിഡർ ചെയ്തേ. മോഡുലസ് ആയതുകൊണ്ട് അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ 0 ആണെന്നുള്ള മീനിങ്. നമ്മൾ ഈ തിയറം മോഡ് എക്സ് മൈനസ് എക്ക് എ എന്നുള്ള വാല്യൂ നമ്മുടെ ഈ തിയറത്തിൻ്റെ അകത്ത് എക്ക് പകരം മോഡ് എക്സ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം മോഡ് എക്സ് മൈനസ് എ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ആയതുകൊണ്ട് മോഡ് എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് തിയറം 19 വെച്ചിട്ട് പറയാം. ഇനി മോഡ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു 0. കാരണം മോഡ് എ 0 വരുന്നത് എ 0 വരുമ്പോൾ മാത്രമാണ്. അപ്പം എ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. എക്സ് മൈനസ് എ 0 എന്ന് പറയുമ്പം എക്സ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടും. അതായിരുന്നു പ്രൂവ് ചെയ്യാനില്ല. വളരെ സിമ്പിളാണ്. എല്ലാ നെയ്ബർഹുഡിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഏത് എപ്സിലോൺ എടുത്താലും മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ. എല്ലാ എപ്സിലോണും കറസ്പോണ്ടിങ് ആയിട്ടും മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ആയതുകൊണ്ട് മോഡ് എക്സ് മൈനസ് എ 0 ആയേ പറ്റുള്ളൂ. അതിൻ്റെ മീനിങ് എക്സ് മൈനസ് എ 0 ആണ്. ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു എ. ഇനിയുള്ളത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പം 3 പ്രോബ്ലം നമ്മൾ ഈ സെക്ഷനിൽ ചെയ്തായിരുന്നു. നാലാമത്തെ പ്രോബ്ലം, ഫോർത്ത് വൺ. ലെറ്റ് യു ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ തന്നെ, ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. Show that each element of u has, let u is equal to set of all x such that 0 less than x less than 1. Show that each element of u has some epsilon neighborhood of it. Each element of u has some epsilon neighborhood of it contained in u. Each element of u has some epsilon neighborhood of it contained in u. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ച് നോക്കുക എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ലെറ്റ് യു ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഷോ ദാറ്റ് ഈച്ച് എലമെൻറ്റ് ഓഫ് യു ഹാസ് സം എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് ഇറ്റ് കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പം ഈ ഒരു സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഒരു നെയ്ബർഹുഡ്, അതിൻ്റെ ഒരു നെയ്ബർഹുഡെങ്കിലും
ഒരു നെയ്ബർഹുഡെങ്കിലും യുവിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, ഇവിടെ നമ്മളൊരു എ എലമെൻറ്റ് ഓഫ് യു എടുത്താൽ there exists an epsilon neighborhood of A which is contained in U. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഏത് എ എലമെൻറ്റ് ഓഫ് യു എടുത്താലും നമുക്ക് ഒരു എപ്സിലോൺ കണ്ടുപിടിക്കുക ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് വി എപ്സിലോൺ ഓഫ് എ അല്ലെങ്കിൽ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ ഈ സെറ്റിൽ തന്നെ വരുന്നത് പോലെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് യു, ലെറ്റ് എ എലമെൻറ്റ് ഓഫ് യു, we have to show that let A element of U, we have to show that there exists epsilon greater than 0 such that depending on epsilon, depending on A, epsilon greater than 0 depending on A മാറുന്നതനുസരിച്ച് epsilon മാറിക്കൊണ്ടിരിക്കും. Let A element of U, we have to show that there exists epsilon greater than 0 depending on A such that V epsilon of A is contained in U. V epsilon of A is contained in U. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. നമ്മൾ ഇവിടെ ഒരു ഇതിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഹാസ് സം എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് ഇറ്റ് കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പോൾ എ എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്താൽ അതിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് യുവിൻ്റെ അകത്തുണ്ട് എന്ന് കാണിക്കണം അല്ലേ. ദെയർ എക്സിസ്റ്റ് ഒരു എപ്സിലോൺ എങ്കിലും കാണും. എ മാറുന്നതനുസരിച്ച് എപ്സിലോൺ മാറിക്കൊണ്ടിരിക്കും സച്ച് ദാറ്റ് വി എപ്സിലോൺ ഓഫ് എ ഈക്വൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പോൾ നമ്മൾ ലെറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എ 1 മൈനസ് എ, മിനിമം ഓഫ് എ 1 മൈനസ് എന്ന് എടുക്കുക. എന്നിട്ട് നമ്മളിത് 2 കേസായിട്ട് തിരിക്കുവാണ്. എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാം. അപ്പോൾ നമ്മൾ 0ക്കും 1/2 1/2 to 1 എന്ന് പറഞ്ഞ് ഇതിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു മിനിമം ഓഫ് എ 1 മൈനസ് എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 1/3 ആണെങ്കിൽ 1/3 1 മൈനസ് 1/3 കൂടെ നോക്കുമ്പോൾ 1/3 ആണ് ചെറുത്. ഇനി എ ഈക്വൽ ടു 1/2 വരുമ്പം ഇത് രണ്ടും 1/2 വരും. എ ഈക്വൽ ടു ഒരു 1/4 എടുത്താലോ 1/4, ഇത് 3/4, മിനിമം 1/4 വരും. എ ഈക്വൽ ടു 3/4 എടുത്താൽ 3/4, 1 മൈനസ് 3/5 1/4, അപ്പോൾ മിനിമം 1/4 വരും. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കേസ് 1, 0 ലെസ് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. കാരണം എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക്, അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. എ ഈക്വൽ ടു 1/2 എന്നുള്ള കേസ് നമുക്ക് എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എടുക്കുവാണ്. 0 ലെസ് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് മിനിമം ഓഫ് എ 1 മൈനസ് എ ആണ്. അപ്പോൾ 0ക്കും 1/2നും ഇടയ്ക്കാണ് എയുടെ വാല്യൂ എങ്കിൽ മിനിമം ഓഫ് എ 1 മൈനസ് എ എന്ന് പറയുന്നത് എ ആയിരിക്കുമോ 1 മൈനസ് എ ആയിരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. എയുടെ വാല്യൂ 0ക്കും 1/2നും ഇടയ്ക്കാണ്. അപ്പം എ ആയിരിക്കുമോ 1 മൈനസ് എ ആയിരിക്കുമോ ചെറുത്? എ ആയിരിക്കുകയല്ലേ ചെറുത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു 1/3 എടുത്തേ. 1/3 എന്ന് പറയുന്നത് 1/2നേക്കാളും ചെറുതാണ്. 1/3യും 1 മൈനസ് 1/3യും കൂടെ കമ്പയർ ചെയ്യുമ്പം 1/3യും 2/3യും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2/3 ആണ് വലുത്. അപ്പം മിനിമം 1/3. 1/4 എടുത്താൽ 1/4ഉം 1 മൈനസ് 1/4 3/4. അപ്പോൾ 1/4ഉം 3/4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1/. അപ്പോൾ എയും 1 മൈനസ് എയും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 0, ഇത് എ, ഇത് 1. അപ്പോൾ എയുടെ വാല്യൂ ഇത് 1/2, ഇത് 1/2 എടുക്കുക. എ എന്ന് പറയുന്ന ഇവിടെ ഒരു പോയിൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണ് വരുന്നതെങ്കിൽ 1 മൈനസ് ദിസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരും. ഇവിടെയാണെങ്കിൽ 1 മൈനസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരും. എ 0യും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ചെറുത്. അപ്പോൾ മിനിമം എന്ന് പറയുന്നത് എപ്പോഴും എ ആയിരിക്കും. അപ്പോൾ നമ്മൾ 0 1/2 എന്നുള്ള കേസ് എടുക്കുമ്പം മിനിമം വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇനി വി എപ്സിലോൺ ഓഫ് എ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ലെസ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എ ആയിട്ട് മാറിയാലേ എപ്സിലോൺ ഈക്വൽ ടു എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എ എന്ന് പറയുമ്പം മൈനസ് എ ലെസ് ദാൻ എക്സ് മൈനസ് എ ലെസ് ദാൻ എ എന്ന് വരും.
മൈനസ് നമ്മൾ മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് എക്കും പ്ലസ് എക്കും ഇടയ്ക്ക് കിടക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് നമ്മൾ ഈ മൈനസ് എ കളയാൻ വേണ്ടി എ ആഡ് ചെയ്യുമ്പോൾ 0 <(x)(2a) എന്ന് വരും. നമുക്ക് വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 0 <(x)(2a) ഇത്രയും കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എ എലമെൻറ്റ് ഓഫ് യു എന്ന് എടുത്തു. We have to show that there exists an epsilon greater than 0 depending on A such that V epsilon of A is a subset of U എന്ന് കാണിക്കണം. എന്നിട്ട് let epsilon is equal to minimum of A 1 minus A എടുത്തു. എന്നിട്ട് കേസ് 1 ആയിട്ട് 0 <(= A <(= 1/2). എപ്സിലോൺ ഇങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ട് എയുടെ വാല്യൂ 0യ്ക്കും 1/2നും ഇടയ്ക്ക് ആയതുകൊണ്ട് എപ്സിലോൺ എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പോൾ വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എ എന്ന് പറയാം. മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എ എന്ന് പറയുമ്പം നമുക്ക് മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് എക്കും പ്ലസ് എക്കും ഇടയ്ക്ക് വരും. ഈ മൈനസ് എ കളയാൻ വേണ്ടി നമ്മൾ എ വെച്ച് ആഡ് ചെയ്യുമ്പോൾ 0 എ മൈനസ് എ 0 എക്സ് മൈനസ് എ പ്ലസ് എ എക്സ് എ പ്ലസ് എ 2a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 <(= A <(1). നിങ്ങൾ എഴുതേണ്ട, ഞാൻ ഒന്നും കൂടെ എടുത്ത് മുകളിലോട്ട് എഴുതുന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയത് എന്താ? വി എപ്സിലോൺ ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 0 <(x)(2a). ഞാൻ ഇത് ഒന്നും കൂടെ മുകളിലോട്ട് മായ്ക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് വി എപ്സിലോൺ ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 0 <(x)(2a). Therefore, when epsilon is equal to a, നമ്മൾ എയുടെ വാല്യൂ 0യ്ക്കും 1/2നും എടുത്തു. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എപ്സിലോണും 0യ്ക്കും 1/2നും ഇടയ്ക്കാണ്. when epsilon equal to a, v epsilon of a is equal to set of all x element of r with 0 <(x)(2a). Here the maximum value of a is 1/2. Here the maximum value of a is equal to 1/2. Here the maximum value of a is equal to 1/2. Then v epsilon of a is equal to set of all x element of r 0 <(x)(2 into 1/2 എന്ന് പറയുമ്പോൾ 1 അല്ലേ. maximum value of a equal to 1/2. Therefore v epsilon of a is equal to നമുക്ക് set of all x element of r 0 <(x)(2 into 1/2 which is equal to set of all x element of r 0 <(x)(1). അതെന്ന് പറയുന്നത് എന്താണ്? u ആണ്. 0 <(x)(1) എന്ന് പറയുന്നത് u ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? വി എപ്സിലോൺ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു, അല്ലെങ്കിൽ യുവിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാം. മാക്സിമം വാല്യൂ കൊടുത്തപ്പോൾ ആണ് യു വന്നത്, അല്ലാത്തപ്പോൾ അത് യുവിനേക്കാളും ചെറുതാണ്. ഇപ്പം നമ്മൾ എക്ക് ഒരു 1/3 ആണ് കൊടുക്കുന്നതെങ്കിൽ 2/3, 0യ്ക്കും 2/3ക്കും ഇടയ്ക്കുള്ള വാല്യൂസേ വരത്തുള്ളൂ. നമ്മളതിൻ്റെ മാക്സിമം വരെ കൊടുത്തു. മാക്സിമം കൊടുക്കുമ്പോൾ പോലും നമുക്ക് വി എപ്സിലോൺ ഓഫ് എ, അതിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ എന്ന് പറയുന്നത് യു ആണെന്ന് കിട്ടി. അപ്പം എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് കാണിക്കേണ്ടത്, നമുക്ക് ഈ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എയ്ക്ക് ആ സെറ്റ് യുവിൻ്റെ അകത്ത് ഉണ്ടെന്നായിരുന്നു കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തപ്പം നമുക്ക് വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് യു ആയിട്ട് തന്നെ കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എയുടെ മാക്സിമം വാല്യൂ കൊടുത്തപ്പം വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് യു തന്നെ കിട്ടി. അതിൽ നിന്ന് വി എപ്സിലോൺ ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് കിട്ടി. ഇനി കേസ് 2ൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് 1/2 തൊട്ടുള്ള കേസാണ്. നമുക്ക് 1/2 <(= a <(1) കൺസിഡർ ചെയ്യാം. ഇവിടെ <(= ഇടുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെ വരും. a = 1/2 വരുമ്പോൾ 1 ആണ്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്ന മിനിമം ഓഫ് a 1 - a. അപ്പോൾ ഏതായിരിക്കും ചെറുത്? എയുടെ വാല്യൂ ഇവിടെയാണ് വരുന്നത്. എയുടെ വാല്യൂ 1/2-നേക്കാളും വലുതാകുമ്പോൾ 1 - a ആയിരിക്കുകയല്ലേ ചെറുത്. a 1/2-നേക്കാളും വലുതായതുകൊണ്ട് അതിന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 - a ആയിരിക്കും. മിനിമം ഓഫ് a 1 - a എന്ന് പറയുന്നത് 1 - a ആയിരിക്കും. അപ്പം വി എപ്സിലോൺ ഓഫ് എ ഡെഫിനിഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ 1 - a എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ
മൈനസ് ഓഫ് 1 മൈനസ് എ ലെസ് ദാൻ എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ 1 മൈനസ് എ എന്ന് പറയാമല്ലോ. മോഡ് എ ലെസ് ദാൻ സിയിൽ നിന്ന് നമുക്ക് മൈനസ് സിക്കും പ്ലസ് സിക്കും ഇടയ്ക്കാണ് എന്ന് പറയുന്നത് പോലെ മൈനസ് 1 മൈനസ് എക്കും പ്ലസ് 1 മൈനസ് എക്കും ഇടയ്ക്കാണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആ മൈനസ് 1 പ്ലസ് എ. ഇനി നമുക്ക് ഈ മൈനസ് കളയാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ പ്ലസ് ചെയ്യണം. ഈസ് ലെസ് ദാൻ എക്സ് ഈസ് ലെസ് ദാൻ 1 മൈനസ് എ പ്ലസ് എ എന്ന് എഴുതാമല്ലോ. നമ്മൾ ഈ നടുക്കത്തെ എ കളയുവാണ്. അതിനുവേണ്ടി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് എ ഈസ് ലെസ് ദാൻ എക്സ് ഈസ് ലെസ് ദാൻ 1 മൈനസ് എ പ്ലസ് എ വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 2a മൈനസ് 1 ലെസ് ദാൻ എക്സ് ഈസ് ലെസ് ദാൻ 1 എന്ന് കിട്ടും. അപ്പോൾ വി എപ്സിലോൺ ഓഫ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടിയത്? വി എപ്സിലോൺ ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ഓൾറെഡി എഴുതിയതാണ്. 2 മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇത് യുവിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ 1. എയുടെ വാല്യൂ 1/2നും എക്കും ഇടയ്ക്കായതുകൊണ്ട് ഇവിടെ നമുക്ക് എക്കും എടുക്കുന്നത് മിനിമം വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 1/2. അപ്പോൾ നമ്മൾ വി എപ്സിലോൺ ഓഫ് 1/2 നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 2 × 1/2 എന്ന് പറയുമ്പം 2 × 1/2 1 മൈനസ് 1 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഈസ് ഈക്വൽ ടു യു എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വി എപ്സിലോൺ ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് പറയാം. നമ്മളതിൻ്റെ മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തപ്പം പോലും ആ റേഞ്ച് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കാം. അപ്പോൾ 1/2ന് പകരം നമ്മൾ ഒരു 1/2നേക്കാളും വലിയൊരു വാല്യൂ 3/4 കൊടുത്താലോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുകയാണ്. വി എപ്സിലോൺ ഓഫ് 3/4 എന്ന് പറയുന്നപ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് 2 × 3/4 മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് വരും. അപ്പോൾ അതെന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ 3/2 മൈനസ് 1 എന്ന് പറയുന്നത് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. നോക്കി, അത് യുവിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് യു കിട്ടി. ബാക്കിയുള്ളതിൻ്റെ എല്ലാം കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ സെറ്റാണ് കിട്ടുന്നത്. യുവിനേക്കാളും യുവിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സെറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ബോത്ത് കേസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര നമ്മൾ എഴുതിയിട്ട് നമ്മൾ എഴുതണം. ഇൻ ബോത്ത് കേസസ് വി ഗെറ്റ് V epsilon of A is contained in U. In both cases we get epsilon neighborhood of A is contained in U. Since the choice of A element of U is arbitrary, we conclude that since the choice of A element of U is arbitrary, we conclude that V epsilon of A is a subset of U for all A element of U. Since the choice of A element of U is arbitrary, we conclude that V epsilon of A is a subset of U for all A element of U. അപ്പോൾ ഏത് എ എടുത്താലും അതിന് നമുക്ക് ഒരു എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് V epsilon of A is contained in U എന്ന് കിട്ടി. Thus each element of U has some epsilon neighborhood of it. Each element of U has some epsilon neighborhood of it contained in U. Has some epsilon neighborhood of it contained in U. Each element of U has some epsilon neighborhood of it contained in U. അപ്പോൾ പറയുന്ന ഇത്രേ ഉള്ളൂ. 0ക്കും എക്സിനും ഇടയ്ക്കുള്ള 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഒരു ഇൻ്റർവെൽ നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ.
ഓപ്പൺ ഇൻ്റർവൽ 0, 1 ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ നെയ്ബർഹുഡ് ഇതിൻ്റെ അകത്ത് വരുന്ന പോലെ ഒരു നെയ്ബർഹുഡെങ്കിലും കാണും. ഇപ്പം നമ്മൾ വി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് 0.1 എടുത്താൽ അത് കണ്ടെയ്ൻഡ് ഇൻ 0, ഓപ്പൺ ഇൻ്റർവൽ 0, 1 ആയിരിക്കും. വി എപ്സിലോൺ ഓഫ് 0.2 എടുത്താൽ നമുക്ക് ഒരെണ്ണമെങ്കിലും കാണും വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ 0, 1. വി എപ്സിലോൺ ഓഫ് 0.9 എടുത്താൽ നമുക്ക് ഒരു ഇൻ്റർവെല്ലെങ്കിലും കാണും ഇപ്പോൾ 0.9ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 0.81 എന്നുള്ള ഇൻ്റർവൽ എടുത്താൽ അതിൻ്റെ അകത്ത് 9 വരും അല്ലേ. 0.81 എന്നുള്ളത് 0.9 0.1 ഡിഫറൻസിൽ കിടക്കുന്നത്. അപ്പം നമുക്ക് വി 0.1 നെയ്ബർഹുഡ് ഓഫ് 0.9 എടുത്താൽ അത് ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ നമുക്ക് ഏത് പോയിൻ്റ് എടുത്താലും 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എല്ലാം, അതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എല്ലാം നെയ്ബർഹുഡ് ഈ ഇൻ്റർവൽ സെറ്റിൽ തന്നെ കാണും എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് വൺ, ഇഫ് I is equal to 0 less than or equal to x less than or equal to 1, then for any epsilon greater than 0, if I is equal to set of all x such that 0 less than or equal to x less than or equal to 1, then for any epsilon greater than 0, the epsilon neighborhood v epsilon 0 of 0, ഇതിനെ വായിക്കുന്നത് ഏതാണ്? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് 0 എന്നുള്ള contains the epsilon neighborhood v epsilon 0 of 0 contains points not in I, and so v epsilon of 0 is not contained in I, പറയുന്നത് ഇത്രേ ഉള്ളൂ. ഐ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള പോയിന്റുകളാണ് എങ്കിൽ, ഐ എന്നുള്ള ഇൻ്റർവൽ എന്ന് പറയുന്നത്, ഐ എന്നുള്ള സെറ്റ് 0ക്കും 1നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1. അങ്ങനെയാണ് എങ്കിൽ 0യുടെ നെയ്ബർഹുഡ് ഇതിനകത്ത് വരത്തില്ല. 0യുടെ നെയ്ബർഹുഡ് ഒരിക്കലും ഈ ഇൻ്റർവെലിനകത്ത് വരത്തില്ല. കുറച്ച് പോയിന്റ്സ് അതിൻ്റെ പുറത്ത് കാണുമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് എൻ പോയിന്റുകൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർവെലിൻ്റെ ഒക്കെ എൻ പോയിന്റുകൾ എടുത്താൽ ഇത്രേ ഉള്ളൂ. അതിൻ്റെ ബേസിക് റീസൺ ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് 0, 1 എന്നുള്ള ഇൻ്റർവെലാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റുകളാണ് നമ്മുടെ സെറ്റിലുള്ളത് അല്ലേ, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1 ആണ് വന്നത്. അപ്പോൾ നമ്മൾ 0യുടെ ഒരു നെയ്ബർഹുഡ് എത്ര ചെറിയ നെയ്ബർഹുഡ് എടുത്താലും 0യുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റുകളാണ്. അപ്പോൾ 0യായിട്ട് റൈറ്റിലോട്ട് എപ്സിലോൺ ഡിസ്റ്റൻസ് പ്രശ്നമില്ല, പക്ഷേ ലെഫ്റ്റിലോട്ടുള്ള എപ്സിലോൺ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 0യേക്കാളും ചെറിയ പോയിന്റുകൾ വരും. 0 തൊട്ടുള്ള പോയിന്റുകളെ നമ്മുടെ സെറ്റിലുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് 0യുടെ നെയ്ബർഹുഡ് ഒരിക്കലും ഈ ഇൻ്റർവെല്ലിൽ വരത്തില്ല. അതുപോലെ തന്നെ 1ൻ്റെ എടുത്താൽ ഈ സെയിം പ്രശ്നം വരും. 1 വരെ പോയിന്റുകളുള്ളൂ. അപ്പം 1ൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് എപ്സിലോൺ 1 പ്ലസ് എപ്സിലോൺ എന്നുള്ള, അതിൽ 1 മൈനസ് എപ്സിലോൺ തൊട്ട് 1 വരെ ഉള്ളതേ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 വരെ ഉള്ളതേ നമ്മുടെ ഈ സെറ്റി വരത്തുള്ളൂ. അപ്പം 1നും 1 പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കുള്ള പോയിന്റുകളൊന്നും ഇതിനകത്ത് വരുന്നില്ലാത്തത് കൊണ്ട് 1ൻ്റെ നെയ്ബർഹുഡും ഇതിനകത്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. 0യുടെ കേസിലാണെങ്കിൽ 0യുടെ ഇൻ്റർവൽ മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇൻ്റർവലാണ് 0യുടെ നെയ്ബർഹുഡ് വരുന്നത്. കാരണം 0 മൈനസ് എപ്സിലോൺ 0 പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്കുള്ള പോയിന്റുകളാണ് വരുന്നത്. അപ്പം മൈനസ് എപ്സിലോണും 0യ്ക്കും ഇടയ്ക്കുള്ള പോയിന്റുകൾ ഈ ഇൻ്റർവെല്ലിൽ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പം നമുക്ക് നോട്ട് ചെയ്താൽ let epsilon greater than 0, then v epsilon of 0 is equal to set of all x element of R such that mod x minus 0 is less than epsilon. നമ്മൾ നെയ്ബർഹുഡിന് ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. 0യുടെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ 0യുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന എല്ലാ എക്സുകളും, അപ്പോൾ x മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ വരുന്ന പോയിന്റുകളാണ്. വിച്ച് ഈസ് ഇംപ്ലൈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വിത്ത് mod x ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ.
അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ് അല്ലേ, മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് മൈനസ് എപ്സിലോൺ ബൈ 2. ഇഫ് ഇ ടേക്ക് ഇവിടം വരെ എഴുതിയിട്ട് ഇഫ് ഇ ടേക്ക് എക്സ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ 2 then minus epsilon by 2 is an element of v epsilon of 0. കാരണം എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് സീറോയ്ക്കകത്ത് മൈനസ് എപ്സിലോൺ തൊട്ട് പ്ലസ് എപ്സിലോൺ വരെയുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 എന്നുള്ളത് ഈ ഇൻ്റർവലിൽ വരും, അല്ലെങ്കിൽ ഈ സെറ്റിൽ വരും. അപ്പം നമുക്ക് എന്ത് പറയാം, ബട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഐ അല്ലേ. അത് ഐക്കകത്ത് വരുമോ? കാരണം ഐക്കകത്തുള്ള ഐ എന്ന് പറയുന്നത് എന്താ, 0 തൊട്ട് 1 വരെയുള്ള പോയിന്റേ ഉള്ളൂ. നമുക്കറിയാം മൈനസ് എപ്സിലോൺ ബൈ 2 ഈസ് ലെസ് ദാൻ 0. എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് എപ്സിലോൺ ബൈ 2, എപ്സിലോൺ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള നമ്പർ. അപ്പോൾ മൈനസ് എപ്സിലോൺ ബൈ 2 എന്നുള്ളത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി, ഇഫ് യു ടേക്ക് എക്സ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ 2 ദെൻ മൈനസ് എപ്സിലോൺ ബൈ 2 ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് 0. ബട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഐ. അതിൻ്റെ റീസൺ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ഇത് നിങ്ങൾ എഴുതണമെന്നില്ല. അപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ 2 എടുത്താൽ അത് വി എപ്സിലോൺ ഓഫ് 0-യിലുണ്ട്, പക്ഷേ അത് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഐ ആണ്. Therefore we can say that v epsilon of 0 is not contained in I. കാരണം മൈനസ് എപ്സിലോൺ ബൈ 2 എന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് വി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് 0 എന്ന് പറയുന്നത് ഐക്കകത്ത് വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, 6th ക്വസ്റ്റ്യൻ. 6th one, if x comma y belongs to the if x comma y belongs to the epsilon neighborhood of if x comma y belongs to the epsilon neighborhood of a comma b, എക്സും വൈയും ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ കോമ ബി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സ് എയുടെ നെയ്ബർഹുഡിലും വൈ ബിയുടെ നെയ്ബർഹുഡിലും. എക്സ് കോമ വൈ ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ കോമ ബി റെസ്പെക്റ്റീവ്ലി. ദെൻ എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു ദ 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പ്ലസ് ബി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ കോമ ബി റെസ്പെക്റ്റീവ്ലി, ദെൻ എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു ദ 2 എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ എക്സ് എയുടെ നെയ്ബർഹുഡിലും വൈ ബിയുടെ നെയ്ബർഹുഡും ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എ പ്ലസ് ബിയുടെ 2 എപ്സിലോൺ നെയ്ബർഹുഡിൽ കാണും. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ. എക്സ് എലമെൻറ്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എ, ഗിവൺ ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓൾസോ വൈ ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് ബി ഇംപ്ലൈസ് മോഡുലസ് ഓഫ് വൈ മൈനസ് ബി ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ അല്ലേ. എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ ഉണ്ടെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് മോഡ് എക്സ് മൈനസ് ലെസ് ദാൻ എപ്സിലോൺ. വൈ ബിയുടെ എപ്സിലോൺ നെയ്ബർഹുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വൈ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണ്. Now consider modulus of x plus y minus a plus b. നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എ പ്ലസ് ബി നെയ്ബർഹുഡിലുണ്ടെന്നല്ല കാണിക്കേണ്ടത്. അപ്പം ഇത് എടുക്കുമ്പം നമുക്കതിനെ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് എ മൈനസ് ബി എന്ന് വരും. നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് മൈനസ് എ പ്ലസ് വൈ മൈനസ് ബി എന്ന് എടുക്കാമല്ലോ. ഒന്ന് ഓർഡർ മാറ്റി എന്നുള്ളതേ ഉള്ളൂ, എയുടെയും വൈയുടെയും കൂടെ. ഇനി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് എ പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് ബി എന്ന് എടുക്കാം. ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്തു, പിന്നെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ചു. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് ബി എന്ന് കിട്ടി. ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ, ഇതിനെ നമ്മൾ 1 എന്നും ഇതിനെ നമ്മൾ 2 എന്നും എടുക്കുവാണെങ്കിൽ 1ഉം 2ഉം വെച്ചിട്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ലെസ് ദാൻ 2 എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രം 1 and 2 ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. നമുക്ക് എന്ത് കിട്ടി? ദെർഫോർ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ 2 എപ്സിലോൺ എന്ന് കിട്ടി. നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ കരുതാൻ 0 എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് വൈ മൈനസ് എ പ്ലസ് ബിയുടെ വാല്യൂ ലെസ് ദാൻ 2 എപ്സിലോൺ എന്ന് കിട്ടി. Therefore എക്സ് പ്ലസ് വൈ
belongs to the 2 epsilon neighborhood of a plus b. Therefore, x plus y belongs to the 2 epsilon neighborhood of a plus b. x plus y belongs to the 2 epsilon neighborhood of a plus b. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നെയ്ബർഹുഡ് എന്നുള്ളത്. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ വാക്കിൽ നിന്ന് ക്ലിയറാണ്. നെയ്ബർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നവരെയാണ് നമ്മൾ നെയ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിയൽ നമ്പറിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ആ എയുമായിട്ട് വളരെ ചെറിയ, ഇപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ എയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റുകൾ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് തൊട്ടടുത്ത് കിടക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ എയുമായിട്ട് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കുന്ന എല്ലാ പോയിന്റുകളും വരും. അപ്പോൾ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് എപ്പോഴും 0 ആയതുകൊണ്ട് അത് ഓർത്തോണേ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എയുടെ എല്ലാ നെയ്ബർഹുഡിലും എ കാണും. കാരണം എന്താ, എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0 ആയതുകൊണ്ട് എപ്സിലോൺ നമ്മൾ പോസിറ്റീവായിട്ടല്ലേ എടുക്കുന്നത്. അപ്പം ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ വരുന്ന പോയിന്റുകളെല്ലാം വരുമ്പം എ എന്തായാലും എയുടെ എല്ലാ നെയ്ബർഹുഡിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും.